ഒരു കാലത്ത് മലയാള സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ യുവ താരമായിരുന്നു നിവിൻ പോളി. സാക്ഷാൽ മോഹൻലാലിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിൽ മുന്നിലുണ്ടായിരുന്ന ആളാണ്. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് നിവിൻ പോളി മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത്. എങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിൽ വളരെ നിർണായകമായ ചിത്രമായി മാറിയത് 2012 വിനീത് ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്തായിരുന്നു. ആ ചിത്രത്തിന്റെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിവിൻ പോളിയെ നായക സ്ഥാനത്ത് നിലനിർത്തിയത്. പിന്നീട് അങ്ങോട്ട് നിവിൻ പോളിയുടേതായി മലയാളത്തിൽ റിലീസ് ചെയ്ത പല ചിത്രങ്ങളും വലിയ ട്രെൻഡായി മാറി. ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ പ്രേമമായിരുന്നു നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ്. പിന്നീട് സാക്ഷാൽ ലാലേട്ടനൊപ്പം കായംകുളം കൊച്ചുണ്ണി വരെ അദ്ദേഹം തുടരെ ഹിറ്റുകൾ നൽകുകയായിരുന്നു. ബോക്സ് ഓഫീസിൽ നേർക്കുനേർ വന്നപ്പോഴൊക്കെ മോഹൻലാൽ ചിത്രങ്ങളെ വരെ പിന്നിലാക്കാൻ നിവിൻ പോളി ചിത്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വളരെ നിർണായകമായ കാലഘട്ടമായിരുന്നു. ആ ഒരു സമയം അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റുകളോ മെഗാ ഹിറ്റുകളോ ബ്ലോക്ക് ബസ്റ്ററോ ആയി മാറിയിരുന്നു. പലതരം ജോണറുകളുള്ള സിനിമയായിട്ടായിരുന്നു നിവിൻ പോളി ഹിറ്റുകൾ നേടിക്കൊണ്ടിരുന്നത്. തട്ടത്തിൻ മറയത്താണെങ്കിലും വടക്കൻ സെൽഫി ആണെങ്കിലും പ്രേമമാണെങ്കിലും ഒക്കെ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നുവെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു പോലെയും 1983 പോലെയും ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള പോലെയും ജേക്കബിന്റെ സ്വർഗരാജ്യം പോലെയും കുടുംബ പ്രേക്ഷകരെ കൂടെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്ന സിനിമകളായിരുന്നു നിവിൻ ചെയ്തിരുന്നത്. വളരെ സ്വാഭാവികമായി കോമഡി ചെയ്യാനുള്ള കഴിവും അതുപോലെ റൊമാൻറ്റിക് വേഷങ്ങളിലൊക്കെ വളരെയധികം സ്വാഭാവികമായി അഭിനയിക്കാനുള്ള കഴിവുമായിരുന്നു നിവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർത്തും എന്റർടൈനർ ചിത്രങ്ങളിൽ പക്ക പെർഫെക്റ്റ് ആയി മാറിയ നായകനായിരുന്നു നിവിൻ പോളി. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കാലിടറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ തുടരെ പരാജയപ്പെട്ടു. മിനിമം കളക്ഷൻ പോലും നേടാൻ പല നിവിൻ ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴത്തെ നിവിന്റെ പുതിയൊരു ചിത്രം വീണ്ടും എത്തുകയാണ്. ചിത്രം സർവ്വമായയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മറ്റന്നാൾ തിയേറ്ററിൽ എത്തുകയാണ്. ഒരു പക്ഷേ നിവിന്റെ കംബാക്ക് ചിത്രമായി പറയപ്പെടുന്ന സിനിമയാണ് സർവ്വമായ. അഖിൽ സത്യന്റെ ആദ്യ ചിത്രമായ പാച്ചുവും അത്ഭുതവിളക്കും മികച്ച സിനിമയായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ നേടിയിരുന്നില്ല. പക്ഷേ സർവ്വമായ ഒരു വെക്കേഷൻ റിലീസാണ്. നിവിൻ പോളി അജു വർഗീസ് കോംബോയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറാനുള്ള കഴിവുമുണ്ട്, അതിനുള്ള സാധ്യതയും നിലവിലുണ്ട്. വലിയ കോമ്പറ്റീഷനൊന്നും നിവിന് ഈ ചിത്രത്തിന് നിലവിൽ കേരള ബോക്സ് ഓഫീസിലില്ല. അതും വലിയ സാധ്യതയാണ്. നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ചിത്രമായിരിക്കും നിവിൻ പോളിയുടെ ശക്തമായ കംബാക്ക് എന്ന് അടിവരയിട്ട് പറയാൻ പറ്റും.